ഈ പരിപാടിയിൽ കൂടി സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം അവരവരുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ അറിയാനും ആവാഹിക്കാനും കഴിയണം. സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിച്ചാൽ അസത്യങ്ങൾക്കൊക്കെ നമ്മുടെ അടുത്ത് വന്നാൽ അതൊക്കെ നിഷ്പ്രഭങ്ങളായിട്ട് പോകും. ആ ഒരു ശക്തി വീണ്ടെടുക്കാൻ സ്ത്രീകൾ പഠിക്കണം. സത്യം തൻ്റെ ജീവിതത്തിൽ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അത്ഭുതമായിരിക്കുന്ന സ്വഭാവശുദ്ധി ഉണ്ടാകണം. സ്വഭാവശുദ്ധി കൈവന്ന് വരാൻ തുടങ്ങിയത് നമുക്ക് എല്ലാവരെയും ഒന്നായിട്ട് കാണാനായിട്ട് കഴിയും, സ്നേഹിക്കാനായിട്ട് കഴിയും. സ്ത്രീയുടെ കല എന്ന് ഞാൻ പറഞ്ഞത് അവളുള്ള മാതൃത്വത്തിൻ്റെ ഉണർവാണ്. അവളുടെ മുമ്പിൽ എല്ലാവരും അവളുടെ മക്കളായിരിക്കണം. ശ്രീ ശാരദാദേവി വലിയ കൊടുങ്കാട്ടിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് കൂട്ടം തെറ്റിപ്പോയി. അവരൊക്കെ എവിടെയോ പോയി, അമ്മ തന്നെയായി. അപ്പോഴാണ് അവിടുത്തെ ഒരു കൊടും ഭീകരനായിട്ടുള്ള ഒരുത്തൻ മുമ്പിൽ വരുന്നത്. അപ്പോൾ അവനെ കണ്ടതും ദേവി ചോദിക്കണം, അച്ഛാ, ഞാൻ അങ്ങയുടെ മകൾ ശാരദയാണ്, എൻ്റെ കൂടെയുള്ളവരൊക്കെ കൂട്ടം തെറ്റിപ്പോയി, എന്നെ ഒന്ന് അവരുടെ അടുത്തേക്ക് ആക്കി തരുമെന്ന്. അയാളെ ആൾ മാറി. അതോടുകൂടി അയാളുടെ സ്വഭാവമേ മാറി. അത് പറഞ്ഞപ്പോൾ ആ വാക്കിലുള്ള സംശുദ്ധിയിലാണ് ആ ശക്തി കിടക്കുന്നത്. അല്ലാതെ ഡ്രാമ ആക്ഷീണമായി പറഞ്ഞതുകൊണ്ടല്ല. അത്രയും പരിശുദ്ധമായ ഏകാത്മഭാവം ഉള്ളിൽ ഉറച്ചു നിന്നൊരാളിൽ നിന്ന് അച്ഛാന്ന് വിളിച്ചപ്പോൾ അവൾക്ക് തോന്നിയത് എൻ്റെ മകളാണെന്ന്. അതിനുള്ള കഴിവ് സ്ത്രീക്കുണ്ട്. അവൾ അത് വളർത്തിയെടുക്കണം. അത് ചെയ്യുന്നില്ല. അവർക്കാർക്കും ഈ ആത്മീയ സൗന്ദര്യത്തിനെ വീണ്ടെടുക്കാനുള്ള കഴിവ് പോയിക്കൊണ്ടിരിക്കണം. അതാണ് അവർക്ക് കഷ്ടപ്പെടേണ്ടി വരുന്നത്. എന്നോട് പലരും ചോദിക്കും, ദീദിക്ക് സുഖമാണോ എന്ന്. സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ സാധാരണ ചോദിക്കുമല്ലോ, സുഖമാണല്ലോ അല്ലേ. അപ്പം അവന് എനിക്ക് ദുഃഖമേ ഇല്ല, ദുഃഖത്തിൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ സുഖം കാക്ഷിക്കുന്നേ ഇല്ല. സുഖം കാക്ഷിക്കുമ്പോൾ അതിൻ്റെ നിഴലായിട്ട് ദുഃഖം വരും. സുഖത്തിന് വേണ്ടി ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ദുഃഖത്തിന് നമ്മളെ തൊടാൻ കഴിയില്ല. ഒരു മഹാമന്ത്രം കൊടുക്കും എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ, ക്യാൻ ഐ ഹെൽപ്പ് യു. ആരെടുത്ത് വന്നാലും ചോദിക്കൂ, ഏത് തരത്തിലാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക. നിങ്ങൾ എന്നോട് ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് വേണ്ട സഹായം ഈ ഇൻ്റർവ്യൂ ആണ് അല്ലേ. എനിക്ക് പറയാൻ വേണമെങ്കിൽ എന്നെക്കൂടൊന്നും വയ്യ പോകുമെന്ന് പറയാം അല്ലേ. അങ്ങനെ ആര് വന്നാലും ചിലപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഭക്ഷണം കൊടുക്കൂ. ചിലപ്പോൾ കുറച്ച് നല്ല വാക്കുകൾ, അവരുടെ ദുഃഖം ഒന്ന് പങ്കുവയ്ക്കാൻ അവർക്കൊരാളെ കിട്ടണം, അതിനായിരിക്കും. ഇരുന്ന് കേൾക്കുക. വേറൊരു സമയത്ത് വസ്ത്രമില്ലാതെ അങ്ങനെ എവിടെയൊക്കെ എന്തെല്ലാം തരത്തിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും, സഹായിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ എൻ്റെ എന്നുള്ളതിൽ നിന്ന് മനസ്സ് മുക്തമാവും. അതോടുകൂടി ജീവിതത്തിൽ പിന്നെ നന്മയെ വരുള്ളൂ, എനിക്ക് നല്ലതേ വരുള്ളൂ എന്നുള്ള വിശ്വാസമുണ്ട്. ഗണപതി നിങ്ങളുടെ സ്വന്തം കൂട്ടത്തിലുണ്ടാവും. ഗണപതി ഈ നന്മയെ ഉണർത്തിക്കഴിഞ്ഞാൽ ഗണേശൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും സംഭവിക്കില്ല. അതൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ കൂടി നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. അതൊന്നും ചെയ്യാൻ സ്ത്രീകളാരും തയ്യാറില്ല. അവർക്ക് പണം വേണം, പെരുമ വേണം, ഡ്രസ്സ് ചെയ്യണം നല്ലോണം, ബ്യൂട്ടി പാർലറിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ദുഃഖം വരും. എന്നുവെച്ചാൽ സുഖത്തിനെ തേടി പോകുമ്പോൾ ദുഃഖം വരാതിരിക്കില്ല. ദുഃഖം അതിൻ്റെ ഷാരോ ആണ്, സുഖത്തിൻ്റെ ഷാരോ ആണ് ദുഃഖം. അതാണ് ദി സയൻസ് ഓഫ് ബീയിങ് എ വുമൺ, ദി ആർട്ട് ഓഫ് ബീയിങ് എ വുമൺ. അതൊക്കെ പഠിക്കണം. ദേവകാര്യ സമുദ്യതകളാണ് ഭാരതത്തിൽ പിറന്ന സ്ത്രീകളൊക്കെ. അവരിൽ കൂടി ഒരു മെസ്സേജ് അടുത്ത ജനറേഷനിലേക്ക് പോകാനുണ്ട്. അങ്ങനെ അവർ ജീവിക്കാൻ പഠിക്കുമ്പോൾ അവർ വെറും ഒരു അമ്മയല്ല, ദേ ബിക്കം ശ്രീമാത. ദേ ബിക്കം മദേഴ്സ് വിത്ത് എ സ്പെഷ്യൽ ഇഫക്റ്റ്. അത് കഴിഞ്ഞാലോ അങ്ങനെ ഒരു ശ്രീമാത ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ ശ്രീ മഹാരാജ്ഞി. ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് സ്ഥാനമില്ല കുടുംബങ്ങളിലെ ഭരണകൂട്ടാക്കളിൽ, അവൾ കുടുംബത്തിലെ രാജ്ഞിയായിട്ട് മാറും. നമ്മുടെയൊക്കെ അമ്മമാർ അങ്ങനെയായിരുന്നു. ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി. കുറച്ച് കഴിഞ്ഞാൽ ദി സൊസൈറ്റി റെക്കഗ്നൈസസ് യു ആസ് എ മദർ സുപ്പീരിയർ ആൻഡ് യു ബിക്കം അഡോറബിൾ. ശാരദാദേവിയാണ് ഏറ്റവും വലിയ അതിനുള്ളത്. വെറും എട്ടും പെട്ടും തിരിയാത്തൊരു കന്യക വന്ന് ഭഗവാന്റെ അടുത്തിരുന്ന് നല്ലതല്ലാതെ ഒന്നും ചെയ്യാതെ, ആരിലും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ, ആരോടും നീച വാക്കോതിടായ്വാൻ, ആർക്കും മനോദുഃഖം ഞങ്ങളാൽ തോന്നായ്വാൻ. അങ്ങനെ നമുക്ക് മനസ്സിനെ പക്വപ്പെടുത്തി വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ അവിടെ തിന്മയ്ക്ക് വരാൻ സാധ്യതയില്ല. പിന്നെ തിന്മ വരും,
ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിൽ കൂടി വളരാൻ പഠിപ്പിക്കണം. ദുഃഖങ്ങൾ വരും, ദുഃഖങ്ങളുടെ ഇതെടുത്തിട്ട്, പക്ഷേ ആ ദുഃഖങ്ങളിൽ കൂടി നമ്മൾ വളരാനായിട്ട് പഠിക്കണം. ചെറുതായി പോകരുത്, ദുഃഖങ്ങളിൽ കൂടിയും വളരാൻ പഠിക്കണം. അതിന് കുന്തി ദേവിയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ആപത്തിങ്ങടിക്കടയെത്തട്ടെ എനിക്കെന്നും എന്നാ പ്രാർത്ഥിച്ചത് ശ്രീകൃഷ്ണനോട്. ആപത്ത് വരുമ്പോൾ ഞാൻ കൃഷ്ണ എന്ന് വിളിക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് ആപത്തുകൾ വന്നോട്ടെ കൃഷ്ണ, എനിക്ക് അതുകൊണ്ട് ഒരു വിഷമമില്ല. അങ്ങനെ സ്ത്രീകൾ കുറച്ചൊന്ന് ഉള്ളിലേക്ക് നോക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വളർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. എന്താണ് അവരുടെ സ്വത്വം, സ്ത്രീ എന്നുള്ളതിൻ്റെ എന്താണ് അവളുടെ ജീവിതത്തിൽ കൊണ്ട് അവൾക്ക് നേടാനുള്ളത്, അത് അവൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ദുഃഖം. എനിക്കുള്ള ദുഃഖം സ്ത്രീകൾ തന്നെത്താൻ മനസ്സിലാക്കുന്നില്ല, അവരൊക്കെ ഇതിൻ്റെ പിന്നാലെ ഓടിപ്പോണു എന്നുള്ളതാണ്. ഏതായാലും വിവേകാനന്ദ ചരണങ്ങളിൽ ജീവിതം അർപ്പിച്ചുകൊണ്ട് എവിടെയോ പോയി എങ്ങനെയോ ഇരിക്കേണ്ട ഒരു കുട്ടി പോയി സ്ത്രീത്വത്തിനൊരു ചെറിയ ഒരു ഉദാഹരണമായിട്ട് സമുദായത്തിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, അപാര മഹിമ ഗുരുമഹിമ. അത്രയേ എനിക്ക് പറയാനുള്ളൂ.